പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? എനിക്കറിയാം. മിടുക്കൻ, നീയാണടാ ആൺകുട്ടി. പറയൂ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? സാറ് സ്ഥിരം ഇടുന്ന ഷർട്ട് മാറ്റി പുതിയ ഷർട്ട് ഇട്ട ദിവസമല്ലേ? അത് നന്നായി മാഷേ. ഹോ, എന്തൊരു നാറ്റമായിരുന്നു. സാറ് കവലയില് ബസ് ഇറങ്ങിയ സ്കൂളിൽ അറിയാമായിരുന്നു. എടാ, നീ നാവിന് എല്ലില്ലാത്ത സാധനമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിന്റെ കളി എന്നോട് വേണ്ട. സാറ് അവനോട് സംസാരിച്ച് സമയം കളയാതെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയൂ സാറേ, ഞങ്ങൾക്കറിയണം. കേട്ടോടാ ടിൻഡു അവള് പറഞ്ഞത്. അത് കണ്ടു പഠിക്കടാ. അറിവിനായുള്ള അവളുടെ ദാഹം കണ്ടോ? അങ്ങനെയാണെങ്കിൽ സാറ് പഠിപ്പിക്കാനുള്ളതൊക്കെ ഒരു മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്ക്, ദാഹം തീരട്ടെ. മിണ്ടാതിരിയടാ. ഇന്നാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന പാപ്പച്ചൻ മാഷ് മരിച്ചതിന്റെ 2ാം വാർഷികം. കലാപരിപാടി വല്ലതും ഉണ്ടോ സാറേ? ശല്യം. നീ ഇനി മിണ്ടിയാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ അയക്കും കേട്ടോ. സാർ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. പക്ഷെ ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചയക്കില്ല. കഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും 2 മിനിറ്റ് മൗനം ആചരിക്കണം. ആചരിക്കണം എന്ന് വെച്ചാൽ? മിണ്ടാതിരിക്കണമെന്ന്. അത് ശരി. ഇത് തന്നെയല്ലേ ക്ലാസ് ടൈം മുഴുവൻ എന്നോട് സാറ് പറയാറുള്ളത്. ഇനി ഞാനൊരു കവിത ചൊല്ലാം. ദൈവമേ, ഇന്നത്തെ ദിവസം പോയി. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരയില്ലേ. ആഹാ, നല്ല കവിതയല്ലേ? കുഞ്ഞു മനസ്സിന്റെ സന്ദേഹമാണ് ആ കവിതയിൽ. പാവം കാക്ക കുഞ്ഞിന് വിഷമം വന്നത് കരയില്ലേ എന്നതാണ് സന്ദേഹം. പിന്നെ ഒരു സന്ദേഹം. ഒന്ന് ചുമ്മാ ഇരി സാറേ. എടാ, ആ വിഷമം നിനക്ക് മനസ്സിലാവില്ല. അതറിയണമെങ്കിൽ വിശപ്പിന്റെ വില അറിയണം. സാർ എന്തിനാ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്? അത് കാക്കയുടെ കൊച്ചല്ലേ, അല്ലാതെ സാറിന്റെ കൊച്ചൊന്നും അല്ലല്ലോ.